അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനീ പോകുന്നത് സൗദിയിലെ പ്രവാസികളോട് വീണ്ടും, വീണ്ടും, വീണ്ടും ഓർമ്മിപ്പിക്കട്ടോ. ഇപ്പോഴും നമ്മൾ ഇവിടെ സൗദി അറേബ്യ ജോലി ചെയ്യുന്ന പ്രവാസികൾ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞതാണ് സൗദി അറേബ്യയിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇൻസ്റ്റാൾമെൻറ്റിന് വൈഫൈ ആയിക്കോട്ടെ ഏതെങ്കിലും തരത്തിൽ ഇൻസ്റ്റാൾമെൻറ്റ് പിന്നെ കാശ് അടക്കാണ്ടായിട്ട് നിങ്ങൾ അതടക്കാതെ നാട്ടിലേക്ക് റീഎൻട്രി പോയി ആ വിസക്ക് വരാതെ മറ്റ് പുതിയ വിസയിലേക്ക് വന്നിട്ട് പിന്നെ നിങ്ങളെന്ത് ചെയ്യുക മൈൻഡ് ചെയ്യില്ല. പഴയ കാശ് കൊടുക്കാനുള്ളത് അടക്കാതെ നിങ്ങളെന്ത് ചെയ്യും ആ പുതിയ വിസയിലേക്ക് വന്ന ഇതിൽ റീഎൻട്രി അടിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് മടങ്ങുകയാണ് വീണ്ടും 70 റിയാൽ കൊടുക്കാണ്ടായിട്ടാണ് ഒരാൾ മടങ്ങിയത് ഇന്ന്. പഴയ ഇക്കാമയിൽ 70 റിയാൽ. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടിക്കറ്റിനൊക്കെ ഭയങ്കര ഫെയറാണ്. 2500 3000 റിയാലൊക്കെയാണ് ടിക്കറ്റ്. അപ്പോൾ 70 റിയാൽ പഴയ ഇക്കാമയുള്ള പിന്നെ കൊടുക്കാനുള്ള കാശ് കൊടുക്കാനും മടിച്ചിട്ട് ഇപ്പം 3000 റിയാൽ കളഞ്ഞു ടിക്കറ്റിൻ്റെ കാശ്. ഇതാണ് നമ്മുടെ മലയാളികളുടെ അവസ്ഥ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാട്ടിലേക്ക് റീഎൻട്രി വെച്ചിട്ട് പോവുകയാണെങ്കിൽ അടവ് ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുണ്ടോ കൊടുത്ത് പോയിക്കോളി. ഇല്ലെങ്കിൽ പുതിയ വിസയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അതൊക്കെ കഴിഞ്ഞു പോയി നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല, പുതിയ വിസയിലേക്കല്ല വരുന്നതൊക്കെ മറന്നുപോയി. എന്നാൽ മറക്കൂല. നിങ്ങളെ ഫിംഗറും നിങ്ങളെ കൈയും കണ്ണും ഇവിടെ പതിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എത്ര പൈസ കൊടുക്കാണ്ടെങ്കിലും അത് കൊടുത്തേ ബാധ്യസ്ഥനാണ്. കാരണം പുതിയ വിസയിലേക്ക് വന്നാലും ശരി നിങ്ങൾ പയലാലും ശരി. അപ്പോൾ അത് അടച്ച് ക്ലിയർ ചെയ്ത് പോകാൻ നേരം ഏത് വിസയ്ക്ക് വരികയാണെങ്കിൽ ശരി എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ 70 റിയാൽ കൊടുക്കാണ്ടെങ്കിലും 40 റിയാൽ കൊടുക്കാണ്ടെങ്കിലും നിങ്ങൾ ഇതേ രീതിയിലുള്ള 3000 4000 ടിക്കറ്റിൻ്റെ കാശ് കളയേണ്ടി വരും. 70 പോകും പിന്നെ 70 റിയാൽ കൊടുക്കാൻ പഠിച്ചിട്ട് 3000 4000 ഇട്ടാണ്. ഇതാണ് മലയാളിയുടെ അവസ്ഥ. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, കുടുങ്ങരുതെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും പറയുന്നു. ഓക്കെ, ഇന്ന് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.